നമസ്കാരം. റഷ്യ യുക്രൈൻ യുദ്ധരംഗത്തു നിന്നും റഷ്യൻ സൈന്യത്തിന് വൻ നാശനഷ്ടം വരുത്തിവെച്ച അതീവ ഗുരുതരമായ ഒരു മിന്നലാക്രമണത്തിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. യുക്രൈൻ സേന കൃത്യമായ ആസൂത്രണത്തിലൂടെ നടത്തിയ ഒരൊറ്റ തിരിച്ചടിയിൽ 100ഓളം റഷ്യൻ സൈനികരാണ് കൊല്ലപ്പെട്ടത്. സൈനികരുടെ ജീവഹാനിക്ക് പുറമെ റഷ്യ അഭിമാനത്തോടെ കൊണ്ടു നടന്നിരുന്ന കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനവും ഈ ആക്രമണത്തിൽ പൂർണ്ണമായും തകർക്കപ്പെട്ടു. റഷ്യൻ സൈനികർ താവളമടിച്ചിരുന്ന അതീവ തന്ത്രപ്രധാനമായ ഒരു കേന്ദ്രത്തെ ലക്ഷ്യമിട്ടായിരുന്നു യുക്രൈൻ ഈ വൻ സൈനിക ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയത്. അന്താരാഷ്ട്ര പ്രമുഖ മാധ്യമമായ ഡെയിലി മെയിലാണ് യുദ്ധഗതിയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഈ അതിശക്തമായ സൈനിക നീക്കത്തിന്റെ വിവരങ്ങൾ ആദ്യമായി പുറത്തുവിട്ടത്. പാശ്ചാത്യ രാജ്യങ്ങൾ കൈമാറിയ ദീർഘദൂര മിസൈലുകളോ അതീവ കൃത്യതയാർന്ന ഡ്രോണുകളോ ഉപയോഗിച്ചാണ് യുക്രൈൻ ഈ ദൗത്യം നിർവഹിച്ചതെന്നാണ് സൂചന. സൈനികമായ സുരക്ഷാ കാരണങ്ങളാൽ ആക്രമണം നടന്ന കൃത്യമായ സ്ഥലം വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും റഷ്യയുടെ അധീനതയിലുള്ള അതിർത്തി പ്രദേശത്തോ യുക്രൈന്റെ അധിനിവേശ മേഖലകളിലോ ആണ് ഈ അപ്രതീക്ഷിത പ്രഹരമുണ്ടായതെന്ന് അന്താരാഷ്ട്ര പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നു. റഷ്യൻ വ്യോമ പ്രതിരോധ വിഭാഗത്തിന്റെ അതിശക്തമായ സുരക്ഷാ വലയങ്ങളെ പാടെ ഭേദിച്ചുകൊണ്ടായിരുന്നു ഒട്ടും മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയാത്ത രീതിയിലുള്ള യുക്രൈന്റെ ഈ പടയോട്ടം. ആക്രമണം നടക്കുന്ന കൃത്യസമയത്ത് 100-ലധികം റഷ്യൻ സൈനികർ ഒരേ സ്ഥലത്ത് ഒത്തുകൂടിയിരുന്നു എന്നാണ് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. യുക്രൈൻ തൊടുത്തുവിട്ട മാരകായുധം താവളത്തിന് മുകളിൽ കൃത്യമായി പതിക്കുകയായിരുന്നു. റഷ്യൻ നിരയിൽ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ ഒറ്റദിന സൈനിക നാശനഷ്ടങ്ങളൊന്നാണിത്. കൊല്ലപ്പെട്ട സൈനികരിൽ ഭൂരിഭാഗവും റഷ്യയുടെ ഏറ്റവും മിടുക്കരായ വ്യോമ പ്രതിരോധ ഓപ്പറേറ്റർമാരും സാങ്കേതിക വിദഗ്ധരാണെന്നുമാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന റഷ്യയുടെ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനം സംരക്ഷിക്കുന്നതിനായി നിലയുറപ്പിച്ചിരുന്നവരാണിവർ. യുക്രൈന്റെ ഈ നീക്കത്തോടെ റഷ്യയുടെ വ്യോമാതിർത്തി പ്രതിരോധത്തിൽ വലിയൊരു വിള്ളൽ വീണിരിക്കുകയാണ്. സൈനികരുടെ ജീവനൊപ്പം വിലപിടിപ്പുള്ള സാങ്കേതിക വിദ്യയും നഷ്ടപ്പെട്ടത് മോസ്കോയ്ക്ക് ഇരട്ട പ്രഹരമായി മാറി. യുക്രൈന്റെ ഭാഗത്തുനിന്നുള്ള സൂക്ഷ്മമായ നിരീക്ഷണവും കൃത്യമായ രഹസ്യാന്വേഷണ വിവരങ്ങളുമാണ് ഈ വൻ വിജയത്തിന് പിന്നിലെന്ന് സൈനിക വൃത്തങ്ങൾ അവകാശപ്പെടുന്നു. റഷ്യൻ സൈന്യത്തിന്റെ ചലനങ്ങളും വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ കൃത്യമായ സ്ഥാനവും ദിവസങ്ങളോളം നിരീക്ഷിച്ച ശേഷമാണ് യുക്രൈൻ തങ്ങളുടെ ആക്രമണ പദ്ധതി തയ്യാറാക്കിയത്. പാശ്ചാത്യ രാജ്യങ്ങൾ നൽകിയ അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങളും ആയുധങ്ങളും യുക്രൈൻ ഇതിനായി പൂർണ്ണമായും പ്രയോജനപ്പെടുത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. തുടർച്ചയായ തിരിച്ചടികളിൽ പതറി നിൽക്കുന്ന യുക്രൈൻ സൈന്യത്തിന് പുതിയ ആത്മവിശ്വാസം പകർന്നതാണ് ഈ വിജയം. തങ്ങളുടെ വ്യോമാതിർത്തി പൂർണ്ണമായും സുരക്ഷിതമാണെന്ന് അഹങ്കരിച്ചിരുന്ന റഷ്യൻ കമാൻഡർമാരെ ഈ ആക്രമണം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. റഷ്യൻ പ്രതിരോധ നിരയിൽ ഉണ്ടായ ഗുരുതരമായ സുരക്ഷാ വീഴ്ചകളെക്കുറിച്ചും ഇത്രയും അധികം സൈനികർ ഒരിടത്ത് ഒത്തുകൂടിയതിനെക്കുറിച്ചും മോസ്കോയിൽ ഇപ്പോൾ കടുത്ത ആഭ്യന്തര അന്വേഷണങ്ങൾ നടക്കുകയാണെന്നാണ് സൂചന. അതേസമയം ഈ കനത്ത നാശനഷ്ടത്തെക്കുറിച്ച് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. യുദ്ധരംഗത്തെ തങ്ങളുടെ പരാജയങ്ങളും നാശനഷ്ടങ്ങളും പരമാവധി മൂടിവെക്കുക എന്ന റഷ്യയുടെ പതിവ് ശൈലി തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. എന്നാൽ അന്താരാഷ്ട്ര പ്രതിരോധ നിരീക്ഷകരും യുക്രൈൻ അനുകൂല സൈനിക ബ്ലോഗർമാരും ആക്രമണത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങളും വിവരങ്ങളും ഇതിനോടകം തന്നെ പുറത്തുവിട്ടു കഴിഞ്ഞു. റഷ്യയുടെ പ്രധാന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളായ പാൻസിർ, S-400 എന്നിവയെ ലക്ഷ്യമിട്ട് യുക്രൈൻ അടുത്ത കാലത്തായി ആക്രമണങ്ങൾ ശക്തമാക്കിയിരുന്നു. റഷ്യയുടെ ആകാശക്കടങ്ങളെ തകർത്താൽ മാത്രമേ തങ്ങളുടെ ദീർഘദൂര ഡ്രോണുകൾക്കും മിസൈലുകൾക്കും റഷ്യൻ മണ്ണിലേക്ക് ആഴത്തിലിറങ്ങിച്ചെന്ന് ആക്രമണം നടത്താൻ സാധിക്കുമെന്ന് യുക്രൈൻ തിരിച്ചറിഞ്ഞു. എന്തായാലും യുദ്ധം അവസാനിക്കുന്നു എന്നൊരു പ്രതീക്ഷ നൽകുന്ന വാർത്തകൾ കഴിഞ്ഞ ആഴ്ചകളിൽ വന്നിരുന്നു. എന്നാൽ നിലവിലെ സാഹചര്യം യുദ്ധത്തെ വീണ്ടും അതിൻ്റെ ഏറ്റവും ഭീകരമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുമെന്ന ആശങ്കയിലാണ് ലോകം.